നമസ്കാരം. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ പൂങ്കോട് വാർഡ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പോളിംഗിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ശരാശരി വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. പൂങ്കോട് വാർഡിൽ മത്സരിക്കുന്ന LDF, UDF, BJP സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്കാണ് പോകുന്നത്. ഇലക്ഷന്റെ പ്രവർത്തനങ്ങളൊക്കെ 50% പുറത്ത് പോളിംഗ് ഏകദേശം നടന്നിട്ടുണ്ട്. വിജയപ്രതീക്ഷയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളെല്ലാം വന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് പേരൂടെയൊക്കെ ഉള്ളൂ വരാനുള്ളൂ. അപ്പോൾ ഏതാണ്ടും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ. എല്ലാവരും ചെയ്തിട്ടില്ല. ഉച്ച കഴിഞ്ഞ് വരാൻ കുറച്ച് പേരുണ്ട്. നമ്മൾ കൊണ്ടുവരാനുള്ള ചിലരൊക്കെ വെച്ച് ബൂത്തുകളിൽ ക്യൂ ഇല്ല. ആരും വന്ന് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആരും മൊത്തം 1100 പേരാണ് നമ്മുടെ 1100 പേര് അല്ല, ഒരു വാർഡിൽ 1100 പേര്. അത് ഇവിടെ 500 കൊണ്ട് ബാക്കി അപ്പുറത്തുമാണുള്ളത്. ഞാനടുത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട്. പിന്നെ വലിയ തിരക്കില്ല. പക്ഷെ ആളുകൾ ഇങ്ങനെ എപ്പോഴും പോളിംഗ് നടന്നുകൊണ്ടിരിക്കുവാണ്. വലിയ ക്യൂ ഒന്നുമില്ല. രണ്ട് ബൂത്തുകളിലായിട്ട് നിലവിൽ 50% കൂടുതൽ പോളിംഗ് നടന്നു കഴിഞ്ഞു. എന്തായാലും കഴിഞ്ഞ വർഷത്തെക്കാളും ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് നല്ല ആത്മവിശ്വാസമുണ്ട്. പ്രവർത്തനങ്ങള് നല്ലപോലെ പോളിംഗും 2 ബൂത്താണല്ലോ. അപ്പൊ അവിടെ ഒരു 300 അടുപ്പിച്ചൊക്കെ ആയി. ഇവിടെയും അത്രയും നമ്മളെ കൃഷി ഫാമിലും അത്രയും ഫേമസ്. പാട്ടുവരയ്ക്ക സ്കൂളിലാണ് നമ്മള് 100%. കാരണം 100% വിജയ പ്രതീക്ഷയിലാണ്. നമ്മളെ വോട്ടർമാരുടെയൊക്കെ എന്തോ ഇല്ല. ഇപ്പം എല്ലാരും ഇനി ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും വരുന്നതെന്ന് തോന്നുന്നു. വലിയ തിരക്കില്ല. 2 ബൂത്തിലും തിരക്ക് കുറവാണ്. നമ്മള് വിജയ പ്രതീക്ഷയിലാണ് 100%. പോളിംഗ് ദിവസം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നമ്മുടെ വോട്ടുകൾ ധാരാളമായി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കൂട്ടമായി വന്ന് പോൾ ചെയ്യുന്നൊരവസ്ഥയാണുള്ളത്. നമുക്ക് തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. മുൻകാലങ്ങളിലേക്ക് വിഭിന്നമായി പൂങ്കോട് വാർഡിൽ വലിയ ഭൂരിപക്ഷത്തിൽ LDFന് അനുകൂലമായൊരു വിജയത്താണ് ഉണ്ടാകാൻ പോകുന്നത്. മുന്നണി കൂട്ടായി നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് അനുകൂലമായ ഒരു ട്രെൻഡാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ബൂത്തിലുമായി ഏതാണ്ട് 50%-ലധികം വോട്ട് പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടർമാരെല്ലാം വന്ന് വോട്ട് ചെയ്തൊരു സാഹചര്യം, ഇതിനോടകം തന്നെ വോട്ട് ചെയ്തൊരു സാഹചര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വളരെ ശുഭാപ്തി വിശ്വാസമാണുള്ളത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നല്ല ഭൂരിപക്ഷം തന്നെ വിജയിക്കും. ഞങ്ങളുടെ വോട്ടർമാരെല്ലാം തന്നെ വളരെ നേരത്തെ രാവിലെ വന്ന് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ 50% കൂടുതൽ പോളിംഗ് 2 ബൂത്തുകളായി നടന്നു കഴിഞ്ഞു. അതിൽ നമ്മുടെ പോക്കറ്റുകളിലുള്ള എല്ലാ വോട്ടുകളും കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വരാത്തതുണ്ടെങ്കിൽ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര വോട്ടുകളെയും കൊണ്ടുവന്ന് ചെയ്യിക്കാനുള്ള ഒരു ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വോട്ടുകൾ ഉറപ്പായും ചെയ്യും. ഈ തെരഞ്ഞെടുപ്പ് ഫലം നാളെയാണ് വരുന്നത്. ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് അഡ്വക്കേറ്റ് ഉഷാ ബോസ് വിജയിക്കും. പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പ് വലിയൊരു പോരാട്ടമാണ്. 3 മുന്നണികളും ഒരുപോലെ തന്നെ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളും ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. നമുക്കറിയാം, പൂങ്കോടിനെ സംബന്ധിച്ച് പൂങ്കോടിന്റെ ചരിത്രത്തിൽ BJPയുടെ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ ഒരു മെമ്പറുണ്ടായ ഒരു വാർഡ് തന്നെയാണ്. ആ വാർഡ് പലതവണയായി വെട്ടി മുറിക്കപ്പെട്ടെങ്കിലും ഇപ്പോഴും BJPക്ക് ഒരു പ്രതീക്ഷയുണ്ട്. കാരണം നല്ലൊരു ശതമാനം പോളിംഗ് ഇപ്പോൾ തന്നെ നടന്നു. 50%-ന് മേൽ പോളിംഗ് നടന്നിട്ടുണ്ട്. ജനങ്ങളെല്ലാം ഉപതെരഞ്ഞെടുപ്പിനെ വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. സമാധാനപരമായ നല്ലൊരു ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. നമുക്കറിയാം, BJPക്ക് ഒരു വലിയ പ്രതീക്ഷ, വലിയൊരു മുന്നേറ്റം ഈ പൂങ്കോട് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.